The next topic is feedback mechanism. So there are two type of feedback mechanism. Endocrine glands എടുത്തു നോക്കി കഴിഞ്ഞാൽ മറ്റ് പല റിയാക്ഷനിലും ഈ പറഞ്ഞ feedback mechanism നമുക്ക് കാണാൻ പറ്റും. Mainly two type of feedback mechanism. One is called negative feedback mechanism and the second one is positive feedback mechanism. Okay. Negative feedback mechanism, positive feedback mechanism. Many endocrine glands are linked to neural control centers by homeostatic feedback mechanism. Okay, so homeostatic condition maintain ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡിയിലുള്ള മെക്കാനിസമാണ് ഫീഡ്ബാക്ക് മെക്കാനിസം. There are two type of feedback mechanism, negative feedback and positive feedback. ഇതിൽ ഫസ്റ്റ് നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം നോക്കാം. ഓക്കെ, അതിന് എന്താണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു എക്സാമ്പിൾ, ഒരു സിമ്പിൾ എക്സാമ്പിൾ ഇതിൽ പറയുന്നുണ്ട്. ഇറ്റ് ഫങ്ഷൻ ലൈക്ക് എ തെർമോസ്റ്റാറ്റ് ഇൻ എ ഹോം എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഓക്കെ, വീട്ടിലുള്ളൊരു ഹോം എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ആ സിസ്റ്റം അത് ഐഡൻറ്റിഫൈ ചെയ്യുകയും ടെമ്പറേച്ചർ കുറയ്ക്കും. ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ അത് സിസ്റ്റം ഐഡൻറ്റിഫൈ ചെയ്ത് ടെമ്പറേച്ചർ കൂട്ടും. ആസ് എ ടെമ്പറേച്ചർ റൈസസ്, that means deviation from the ideal normal value. What will happen? The thermostat can detect that condition. Okay, so and it triggers the air conditioning machine. Okay, so if there is any reduction in increase in temperature rises, what will happen? Thermostat detects that change and it triggers the air conditioning machine to turn on. Okay, so air conditioning machine on ആവുന്നു and it cools the house. So അവിടെ ടെമ്പറേച്ചർ റൈസ് ആവുന്ന സമയത്ത് തെർമോസ്റ്റാറ്റ് ഡിറ്റക്ട് ചെയ്തിട്ട് ടെമ്പറേച്ചർ കുറയ്ക്കുന്നു. Then once the temperature reaches its thermostat setting, normal value ആവുമ്പോൾ automatically what will happen? That air conditioning turns off. Okay, so that's നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. അതിനൊരു എക്സാമ്പിളായിട്ട് പറയാണ്, ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസമാണ് ഇൻ അവർ ബോഡി ഫോർ മെയിൻറ്റെയിനിങ് ഹോമിയോസ്റ്റാറ്റിക് കണ്ടീഷൻ. ദ മെയിൻ ഫീഡ്ബാക്ക് മെക്കാനിസം വർക്ക്സ് ഇൻ അവർ ബോഡി ഈസ് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. സോ മോസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആർ അണ്ടർ ദി കൺട്രോൾ ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. അതിലൊരു എക്സാമ്പിൾ പറയുന്നത് റെഗുലേഷൻ ഓഫ് ബ്ലഡ് കാൽസ്യം ലെവൽ ബൈ പാരാതൈറോയിഡ് ഹോർമോൺ. പാരാതൈറോയിഡ് ഹോർമോണിൻ്റെ ഫങ്ഷൻ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, സോ കണ്ടീഷൻ 1, what will happen in the condition 1? Decreased calcium level. If there is a reduction in the amount of calcium in the blood, if the concentration of calcium decreases in our blood, what will happen? So parathyroid gland sense that a decrease in concentration of calcium level. Okay, parathyroid gland അത് സെൻസ് ചെയ്യുന്നു and if there is any decrease, parathyroid gland secrete a hormone called parathyroid hormone. Parathyroid gland secrete a hormone, parathyroid hormone. What is the function of parathyroid hormone? It helps to increase the level of calcium in blood by various mechanisms. It helps to increase the level of calcium. അതിന് എന്ത് ചെയ്യും? പാരാതൈറോയിഡ് ഹോർമോൺ സ്റ്റിമുലേറ്റ്സ് കാൽസ്യം റിലീസ് ഫ്രം ദി ബോൺസിലുള്ള കാൽസ്യത്തിന് റിലീസ് ചെയ്യുന്നു. ഓക്കെ, when the calcium is released from the bone, it finally reaches the blood circulation and the concentration of calcium in the blood increases. And the second one, പാരാതൈറോയിഡ് ഹോർമോൺ ആദ്യം എന്താ ചെയ്യുന്നത്? ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ കാൽസ്യം റിലീസ് ഫ്രം ദി ബോണിൽ നിന്നൊക്കെ കാൽസ്യം മാക്സിമം റിലീസ് ചെയ്യുന്നു. പല്ലിന്നോ എല്ലിന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാൽസ്യത്തിനെ മാക്സിമം റിലീസ് ചെയ്ത് ബ്ലഡിലേക്ക് എത്തിക്കുന്നു. അടുത്തത് ഇൻക്രീസസ് ദ കാൽസ്യം റീഅബ്സോർപ്ഷൻ ഫ്രം ദ കളക്റ്റിംഗ് ട്യൂബ്യൂൾ ഇൻ ദ കിഡ്നി. Okay, so if there is enough excess amount of calcium, there is a chance calcium will escape through the urine. Okay, അതുപോലെ തന്നെ നോർമലായിട്ടുള്ളൊരു കാൽസ്യം സെക്രീഷനും ഉണ്ടാവും, യൂറിനിലൂടെ ചെറിയ എമൗണ്ട് പോകുന്നുണ്ടാവും. പക്ഷേ ഈ പാരാതൈറോയിഡ് ഹോർമോൺ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ that will prevent the elimination of calcium through urine.
യൂറിനിലൂടെയുള്ള കാൽസ്യത്തിൻ്റെ ആ ഒരു എലിമിനേഷൻ അത് പ്രിവെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ദ കാൽസ്യം റീഅബ്സോർപ്ഷൻ. കാൽസ്യം സെക്രീഷൻ. ഈ റീഅബ്സോർപ്ഷൻ സെക്രീഷൻ അവയുടെ ഒരിക്കലും മാറിപ്പോരുത്. സെക്രീഷൻ എന്ന് പറയുമ്പോൾ എന്താ? സെക്രീഷൻ മീൻസ് ഫ്രം ദ പെരിട്യൂബുലർ കാപ്പിലറി ടു ദി റിനൽ ട്യൂബ്യൂൾ. റിനൽ ട്യൂബ്യൂളിൽ ആവശ്യമില്ലാത്ത സാധനമാണ് പോകുന്നത്, പെരിട്യൂബുലർ കാപ്പിലറീസിൽ ആവശ്യമുള്ള സാധനമാണ് പോകുന്നത്. സോ റിനൽ ട്യൂബ്യൂളിൽ നിന്ന് പെരിട്യൂബുലർ കാപ്പിലറീസിലേക്ക് തിരിച്ചെടുക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? റീഅബ്സോർപ്ഷൻ. ഓക്കെ, ട്രാൻസ്പോർട്ട് ഓഫ് molecules or fluid from the renal tubule to the peritubular capillaries is called reabsorption. So reabsorption എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒരു ആവശ്യമുള്ള പ്രോസസ്സാണ്. സെക്രീഷൻ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തതിനെ വലിച്ചെറിയുന്ന, ഉപേക്ഷിക്കുന്ന, യൂറിനിലൂടെ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. സോ ഇവിടെ കാൽസ്യത്തിൻ്റെ ലെവൽ ഡിക്രീസ് ചെയ്തിരിക്കുകയാണ്. സോ കാൽസ്യം ലെവൽ മസ്റ്റ് ബി ഇൻക്രീസ് ഇൻ അവർ ബ്ലഡ് സർക്കുലേഷൻ. That's why the first thing is calcium released from the bone. The second one is it helps to increase the calcium reabsorption from the collecting tubule. Collecting tubule എന്ന് പറയുമ്പോൾ അത് renal tubuleൻ്റെ ഭാഗമാണ്. Okay, so increases the calcium reabsorption from the collecting tubules in the kidneys. Okay, അപ്പോൾ രണ്ട് മെത്തേഡിലൂടെ കാൽസ്യത്തിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. ഒന്ന് ബോണിലൊക്കെയുള്ള കാൽസ്യത്തിനെ തിരിച്ച് ബ്ലഡിലേക്ക് എത്തിക്കുന്നു. രണ്ടാമത്തത് റീഅബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. ഇപ്പോൾ മാക്സിമം കാൽസ്യത്തിനെ യൂറിനിലെ വഴി എസ്കേപ്പ് ചെയ്ത് പോവാതെ മാക്സിമം കാൽസ്യത്തിനെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നു. കണ്ടീഷൻ 2, ഇൻക്രീസ്ഡ് കാൽസ്യം ലെവൽ. നേരത്തെ പറഞ്ഞ് കാൽസ്യം ലെവൽ ഡിക്രീസ് ചെയ്യുമ്പോൾ അത് ഇൻക്രീസ് ചെയ്യാൻ നോക്കുന്നു. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്കാണ്. കണ്ടീഷൻ എന്തായിരുന്നു? ഡിക്രീസ്ഡാണ്. അതിന് ഓപ്പോസിറ്റായിട്ട് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇനി കാൽസ്യം ലെവൽ ഇൻക്രീസ്ഡ് ലെവലാണെന്നുണ്ടെങ്കിൽ, ഇൻക്രീസ്ഡ് കാൽസ്യം ലെവൽ, വാട്ട് വിൽ ഹാപ്പൻ? സോ ഹിയർ ദ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് reduce parathyroid hormone production. Parathyroid glands reduce parathyroid hormone production. Okay, so if the parathyroid hormone production reduces, എന്ത് സംഭവിക്കും? Reabsorption of calcium is stopped. Reabsorption of calcium. There is no reabsorption of calcium, or reabsorption of calcium is reduced. The second one and that release of calcium from the bones, that process also decreased or stopped completely with the help of, or if there is no parathyroid hormone, if the parathyroid glands stop the secretion of parathyroid hormone, എന്ത് സംഭവിക്കും? ഈ രണ്ട് പറഞ്ഞ പ്രോസസ്സുകൾ ഏതൊക്കെയാ? റീഅബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ആൻഡ് റിലീസ് ഓഫ് കാൽസ്യം ഫ്രം ദി ബോൺസ്, ബോത്ത് ആർ സ്റ്റോപ്ഡ്. അപ്പോൾ എന്ത് സംഭവിക്കും? ലെവൽ ഓഫ് കാൽസ്യം ഇൻ ദി ബ്ലഡ് ഡിക്രീസസ്. അപ്പോൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കാൽസ്യത്തിനെ കുറയ്ക്കാൻ ശ്രമിക്കും, കാൽസ്യം ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കാൽസ്യത്തിനെ കൂട്ടാൻ ശ്രമിക്കും. ഇതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുക, നെഗറ്റീവ് ഫീഡ്ബാക്ക്. So the usefulness of negative feedback inhibition, the major use is it helps for hormonal homeostasis. It results in hormonal homeostasis. It helps to maintain a hormonal homeostasis. Okay, ഇപ്പോൾ ഒരു കൃത്യമായ അളവ് ഹോർമോൺ അവിടെ ബ്ലഡിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. കാരണം എന്താ? ഹോർമോണിൻ്റെ അളവ് ബ്ലഡിൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട്, ഇപ്പോൾ ഒരു 50 ml ഒരു 5 മില്ലിഗ്രാം ആണെന്ന് വിചാരിക്കുക. 50 ml 5 മില്ലിഗ്രാം ഹോർമോൺ വേണ്ടതാണ്. ഓക്കെ, ആ 5 മില്ലിഗ്രാമിൽ നിന്ന് അത് 10 മില്ലിഗ്രാം 15 മില്ലിഗ്രാം ആകുമ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ആ പർട്ടിക്കുലർ ആളുടെ ലെവൽ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ കാൽസ്യം ആണെന്നുണ്ടെങ്കിൽ അവിടെ 5 മില്ലിഗ്രാം മതി 50 ml എന്ന് വിചാരിക്കുക. ഇവിടെ കാൽസ്യത്തിൻ്റെ അളവ് 50 ml ആയിട്ട് മാറി, കാൽസ്യത്തിൻ്റെ മില്ലിഗ്രാം ആയിട്ട് മാറി, കാൽസ്യത്തിൻ്റെ 50 മില്ലിഗ്രാം ആയിട്ട് മാറി. എത്രയിൽ? 50 ml. അപ്പോൾ അതിനെ വീണ്ടും കുറയ്ക്കണം. അപ്പോൾ അവിടെ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഹോർമോണിൻ്റെ സെക്രീഷനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കാൽസ്യം മാക്സിമം സെക്രീഷൻ വഴിയായിട്ടും പിന്നെ ബോണിലേക്കൊക്കെ മാക്സിമം പോയി കാൽസ്യത്തിൻ്റെ എമൗണ്ട് കുറയുന്നു. ഓക്കെ, അങ്ങനെ കുറഞ്ഞ്
ഒരു 50 ml നിന്ന് 5 ml ആയി, പിന്നെ വീണ്ടും കുറഞ്ഞിട്ട് അത് 50 മില്ലിഗ്രാമിൽ നിന്ന് 5 മില്ലിഗ്രാമായി, 5 മില്ലിഗ്രാമിൽ നിന്ന് വീണ്ടും കുറഞ്ഞിട്ട് അത് 1 മില്ലിഗ്രാമായി എന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ കാൽസ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ വല്ലാതെ കുറഞ്ഞു ബ്ലഡിൽ. അപ്പോൾ എന്ത് സംഭവിക്കും? പാരാതൈറോയിഡ് ഗ്ലാൻഡ് വീണ്ടും പാരാതൈറോയിഡ് ഹോർമോണിനെ സെക്രേറ്റ് ചെയ്തിട്ട് അബ്സോർപ്ഷൻ, പിന്നെ ബോണിൽ നിന്നുള്ള കാൽസ്യം റിലീസ് ചെയ്യൽ, ഇതൊക്കെ കൂട്ടിയിട്ട് വീണ്ടും അതിനെ എന്താക്കി മാറ്റാൻ ശ്രമിക്കും? 5 മില്ലിഗ്രാം ആക്കി മാറ്റാൻ ശ്രമിക്കും. 5 മില്ലിഗ്രാം ആയി കഴിഞ്ഞാൽ വീണ്ടും സ്റ്റോപ്പ് ചെയ്യും, നോർമലായിട്ട് നിൽക്കും. ഓക്കെ, ഇതാണ് ഹോർമോണൽ ഹോമിയോസ്റ്റാസിസ്. അപ്പോൾ കൂടിയാലും കുറഞ്ഞാലും ആ ഒരു 5 മില്ലിഗ്രാം 50 ml 5 മില്ലിഗ്രാം എന്നുള്ള ആ കോൺസെൻട്രേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഹോർമോൺ സെക്രീറ്റ് ചെയ്യും, ബോഡി ശ്രമിക്കും. ഇതിനെയാണ് ഹോർമോണൽ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ മെയിൻ്റനൻസ് ഓഫ് ഹോർമോൺ ലെവൽ വിത്തിൻ എ പെർട്ടിക്കുലർ അപ്രോപ്രിയേറ്റ് ഫിസിയോളജിക്കൽ റേഞ്ച്. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 5 മില്ലിഗ്രാം ആണ് ആ ഒരു ഫിസിയോളജിക്കൽ റേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ പറഞ്ഞതാണ്. അങ്ങനെ ഓരോ ഹോർമോണിനും ഓരോ മോളിക്യൂൾസിനും നമ്മുടെ ബ്ലഡിൽ ഒരു പെർട്ടിക്കുലർ ഫിസിയോളജിക്കൽ റേഞ്ച് ഉണ്ടാവും. ആ റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെയാണ് ആ ഹോമിയോസ്റ്റാസിസ്. നമ്മുടെ ബ്ലഡ്, നമ്മുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ടെമ്പറേച്ചർ ഒരു 37 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ബ്ലഡിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇതൊക്കെ ഒരു ഹോമിയോസ്റ്റാസിസിൻ്റെ ഭാഗമാണ്. അതുപോലത്തെ ഒരു ഹോമിയോസ്റ്റാസിസ് ആണ് ഇത്. നെക്സ്റ്റ്, പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. ഹിയർ ദ ഒറിജിനൽ സ്റ്റിമുലസ് ഈസ് പ്രൊമോട്ടഡ് റാദർ ദാൻ നെഗേറ്റഡ്. ഇവിടെ ഒരു നെഗറ്റീവ് കണ്ടീഷൻ അല്ല. ഇഫ് ദ കോൺസെൻട്രേഷൻ ഇൻക്രീസസ്, that increase further stimulate the release of hormone and further increase will take place. That condition is called a positive feedback mechanism. Okay, positive feedback goes on increasing the deviation from an ideal normal value. Positive feedback goes on increasing the deviation from an ideal normal value. Okay. Unlike negative feedback that maintains hormone levels within narrow ranges, positive feedback is rarely used to maintain homeostatic regulation. Normally, most common ആയിട്ട് കാണുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ആണ് ഫോർ മെയിൻറ്റെയിനിങ് homeostasis, but this positive feedback mechanism rarely used for maintaining a homeostatic condition. അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസത്തിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുന്നത് ചൈൽഡ് ബർത്തിൽ ഉള്ള ഹോർമോൺ ഓക്സിറ്റോസിൻ്റെ ആക്ഷനാണ്. ചൈൽഡ് ബർത്തിൽ ഹോർമോൺ ഓക്സിറ്റോസിൻ്റെ ആക്ഷൻ. ഓക്കെ, സോ റോൾ ഓഫ് ഹോർമോൺ ഓക്സിറ്റോസിൻ. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഹോർമോൺ ഓക്സിറ്റോസിൻ? It stimulates and enhances labor contractions. It stimulates and enhances labor contraction. സോ അവിടെ എങ്ങനെയാണ് ഓക്സിറ്റോസിന് ഒരു പോസിറ്റീവ് റെഗുലേഷൻ ഉണ്ടാകുന്നത്, പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാകുന്നത്? അവിടെ എന്ത് സംഭവിക്കുന്നു? ആസ് ദ ബേബി മൂവ്സ് ടുവേർഡ് ദി വജൈന, ആസ് ദ ബേബി മൂവ്സ് ടുവേർഡ്സ് ദി വജൈന, വാട്ട് വിൽ ഹാപ്പൻ? Pressure receptors within the cervix, muscular outlet of uterus, that means cervixിലുള്ള pressure receptors എന്ത് സംഭവിക്കും? They send messages to the brainൻ്റെ ഹൈപ്പോതലാമസിലേക്ക്. So as the baby moves towards the vagina, വജൈനയിലേക്ക് പോയാൽ അടുത്ത സ്റ്റെപ്പ് എന്താ? പുറത്തേക്ക് പോകാന്നുള്ള. വജൈന വഴി അത് പുറത്തേക്ക് ഇറങ്ങണം. പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ആ ഒരു റീജിയൻ വലുതായി വരണം. ഓക്കെ, അവിടെ ഒരു മസിൽ ആക്ഷൻ, അതല്ലെങ്കിൽ ഒരു ലേബർ കൺട്രാക്ഷൻ, അവിടെ ഒരു പ്രോസസ്സ് നടക്കണം. അപ്പോൾ അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ബേബി മൂവ് ടുവേഴ്സ് ദി വജൈന. അങ്ങനെ വജൈനയുടെ അടുത്തേക്ക് ബേബി മൂവ് ചെയ്യുമ്പോൾ ആ വജൈനയുടെ ഭാഗത്തൊരു പ്രഷർ ഫോം ചെയ്യും. ഒരു പ്രഷർ ഉണ്ടാവും, സ്വാഭാവികമായിട്ടും ബേബി അങ്ങോട്ട് മൂവ് ചെയ്ത് തരുമ്പോൾ പ്രഷർ ഉണ്ടാവും. ദാറ്റ് പ്രഷർ സ്റ്റിമുലേറ്റ് ദ പ്രഷർ റിസപ്റ്റേഴ്സ്. അവിടെ എന്തുണ്ടാവും? പ്രഷർ റിസപ്റ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, വിത്തിൻ ദി സെർവിക്സ് റീജിയൻ, യൂട്രസിൻ്റെ മസ്കുലർ ഔട്ട്ലെറ്റ് ഓഫ് യൂട്രസ്, അതിനാണ് സെർവിക്സ് എന്ന് വിളിക്കുന്നത്. സെർവിക്സിലുള്ള പ്രഷർ റിസപ്റ്റേഴ്സ് ബിക്കം ആക്ടിവേറ്റഡ് ആൻഡ് ദേ സെൻഡ് മെസ്സേജസ്. ദീസ് പ്രഷർ റിസപ്റ്റേഴ്സ് സെൻഡ് മെസ്സേജസ് ടു ദി ബ്രെയിനിലെ ഹൈപ്പോതലാമസിലേക്ക്. ദേ സെൻഡ് മെസ്സേജസ് ആൻഡ് ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ഓക്സിറ്റോസിൻ.
ഓക്കെ, ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ആയിട്ടുള്ള റീജിയൻ ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്സിറ്റോസിൻ എന്ത് ചെയ്യും? ഓക്സിറ്റോസിൻ travels to the uterus through the bloodstream. Oxytocin is released into bloodstream and it travels to the uterus through the blood circulation. Okay, and finally it reaches the uterus region and it stimulates the muscles in the uterine wall to contract stronger. Okay, actually a small contraction of uterus wall results the stimulation of pressure receptor, and that stimulation, that pressure receptor activation in fact causes the release of oxytocin. Okay, it was a positive reaction and oxytocin is released and it is released into blood and finally reaches the destiny. എവിടെയാ? യൂട്രസിൽ എത്തിച്ചേരുന്നു. Again it helps for further contraction. Okay, stimulating the muscle in the uterine wall to contract stronger. So first ഒരു മൈൽഡ് കൺട്രാക്ഷൻ ആയിരുന്നു. ദാറ്റ് കൺട്രാക്ഷൻ കോസസ് റിലീസ് ഓഫ് ദിസ് ഹോർമോൺ ആൻഡ് റിലീസ് ഓഫ് ദിസ് ഹോർമോൺ ഓക്സിറ്റോസിൻ, ആൻഡ് ഓക്സിറ്റോസിൻ again causes strong contraction. So it is a positive feedback. The contraction intensify and increase until the baby is safely ejected. Okay, again the contraction increases, again the receptor pressure receptor activated. Okay, signal goes to hypothalamus, more and more amount of oxytocin is released. Okay, that results very strong contraction. That contraction intensify and increase until the baby is safely ejected out of the birth canal. കുട്ടി പുറത്തേക്ക് വരുന്നവരെ ഈ കൺട്രാക്ഷൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്നു. ഓക്കെ, അവിടെ ഇതൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ഓരോ പ്രാവശ്യം കൺട്രാക്ട് ചെയ്യുമ്പോൾ അത് വീണ്ടും പ്രഷർ റിസപ്റ്ററിനെ ആക്റ്റീവ് ആക്കിയിട്ട് വീണ്ടും കൺട്രാക്ഷൻ ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. When the stimulus to the pressure receptors ends, oxytocin production stops and contraction of the uterine wall stop. So this is an example for positive feedback mechanism. Okay, so ഇതിൽ നമ്മൾ പഠിക്കുന്നത്, ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഫീഡ്ബാക്ക് മെക്കാനിസം. 2 ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് മെക്കാനിസമാണ്: പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. ഇതോടുകൂടിയിട്ട് എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞ ചാപ്റ്റർ തീർന്നു. എൻഡോക്രൈൻ ഫിസിയോളജി. Okay, thank you.